അഭിപ്രായപ്പെട്ടു. ഇതേക്കുറിച്ച് സർക്കാർ ഗൗരവമായി ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തന്ത്രിമാരുമായും ബ്രാഹ്മണന്മാരുമായും കായിക യുദ്ധത്തിന് താനില്ലെന്ന് സുധാകരൻ അറിയിച്ചു. വിദേശ പണം പറ്റുന്ന ഒരു കൂട്ടം മാഫിയ ഉണ്ണി നമ്പൂതിരിമാർ ചെയ്യുന്ന തെറ്റിന് മാപ്പ് പറയണമെന്ന് സുധാകരൻ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ നവോത്ഥാനവും രണ്ടാം ഗുരുവായൂർ സത്യാഗ്രഹവും എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് മന്ത്രി ജി സുധാകരൻ പറഞ്ഞതാണ് ഇന്നത്തെ തലവാചകം. ജാമ്യം നിർത്തി വിദേശ പണം പറ്റുന്ന ഒരു കൂട്ടം മാഫിയ എന്താ പറയുന്നത് ഉണ്ണി നമ്പൂതിരിമാർ, ഒരു കൂട്ടം മാഫിയ ഉണ്ണി നമ്പൂതിരിമാർ അമേരിക്കൻ പണവും പറ്റി ഇവിടെ വേഷമൊന്നും കാണിക്കരുത്, പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് തെറ്റാണ് കാണിക്കാൻ മുഴുവൻ മാപ്പ് പറഞ്ഞ് സമസ്താപരാധം പറഞ്ഞ് ഈ നാട്ടിലെ യുവജന ചൈതന്യത്തിന്റെ മുമ്പിൽ ഡിവൈഎഫ്ഐയുടെ കൊടി പിടിച്ച് നടക്കാൻ രാഹുലാദികളോട് ഞാൻ അഭ്യർത്ഥിക്കുക. അതാണ് നല്ലത്, മോക്ഷം കിട്ടും. ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെട്ടേക്കരുത്. അമ്പലത്തിൽ ആര് കയറണമെന്നൊന്നും തന്ത്രി സമാജവും യോഗക്ഷേമ സമയമൊന്നും ഒരു അക്ഷരം പറയേണ്ട കാര്യമില്ല. നിങ്ങൾ പറയുന്നതിന് പുല്ല് വിലയ്ക്ക് നാട്ടിൽ ഉണ്ടാവില്ല. എന്ത് വേണം ഭ്രാന്ത് വേണമെന്ന് പറഞ്ഞു. ഗവൺമെന്റിന് തോന്നുമ്പോൾ ആവശ്യമായ നിയമനിർമ്മാണം ഞങ്ങൾ കൊണ്ടുവരുന്നത്. ഇവരുടെ ഒരു അഭിപ്രായത്തിന് ഞങ്ങൾ പോകാൻ പോകുന്നില്ല. അഭിപ്രായം പറയാം. ഇത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഒരു നമ്പൂരി ഇന്നിപ്പോൾ എറണാകുളത്ത് ആലപ്പുഴ വന്നിരിക്കുക പത്രസമ്മേളനം നടത്താൻ. നമ്പൂരിക്ക് വേറെ സമയമില്ല. ഞങ്ങൾ വിഡ്ഢി നമ്പൂരിയാണ് അയാൾ വേറെ വിഡ്ഢിയല്ല. ഇവിടെ ആലപ്പുഴ വന്നിട്ട് തൊഴിലാളി വർഗത്തിന്റെ നാട്ടിൽ വന്നിട്ട് ഇയാൾ പത്രസമ്മേളനം നടത്തും. ഹിരണ്യകശിപുവിനെയാണ് ഞാൻ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഹിരണ്യകശിപുവിനെ കൊല്ലാൻ പിന്നെ മഹാവിഷ്ണു നരസിംഹമായിട്ട് അവതരിച്ചു. എന്നിട്ട് മാറ് പിളർന്ന് കൊന്നു. അപ്പോൾ കൊല്ലണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ പച്ച പാവങ്ങളെന്ന് അഭിനയിക്കാൻ നമ്പൂരിമായ രക്തത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. കൊലപാതകത്തെ പറ്റിയാണ് ഏറ്റവും മുട്ടർവന്യം. അവർ ഒരുപാട് പേരെ കൊന്നവരാണ്. ആദ്യം കളിക്കരുത് ഞങ്ങളോട്. എവിടെ തൂക്കിക്കൊല്ലണമെന്നല്ലേ പറഞ്ഞത്? അത്രമാത്രം വൃത്തികെട്ടവരും സംസ്കാരശൂന്യരും അല്പന്മാരും ജളന്മാരുമാണ്. രാഹുൽ ഈശ്വർ പറഞ്ഞു. ബ്രാഹ്മണ സമുദായത്തിനും ഹിന്ദുമത വികാരങ്ങൾക്കും എതിരെയുള്ള സുധാകരന്റെ പ്രസ്താവനയ്ക്കെതിരെ മുഖ്യമന്ത്രിക്കും CPM സെക്രട്ടേറിയറ്റിനും പരാതി നൽകുമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. ഏതൊരു വായാടിയും ഏതൊരു കൊഞ്ഞാണനും എന്ത് തെമ്മാടിത്തം പറഞ്ഞാലും സമുദായത്തെ അടച്ചാക്ഷേപിച്ചാലും മിണ്ടാതിരിക്കുമെന്ന് കരുതിയാണ് പറയുന്നെങ്കിൽ പൂണൂലിട്ടവനും പ്രതികരിക്കാൻ അറിയാം, ഞങ്ങളും പ്രതികരിക്കും എന്ന് ആൾക്കാർ ഓർക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ പ്രതികരിക്കാതിരുന്ന് അവഗണിക്കുന്ന അവസ്ഥ ഇനി ഉണ്ടാവില്ല. ശക്തമായ ഭാഷയിൽ തിരിച്ചു പറയും. അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ വേണമെങ്കിൽ ആ ഭാഷയിൽ തിരിച്ചു പറയും. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് അടുത്ത മാസം 19-ന് നടക്കും. 21-നാണ് വോട്ടെണ്ണൽ.